ഞാനിപ്പോൾ നിൽക്കുന്നത് ശാസ്താംപാറയുടെ ബോർഡറിലാണ്. ഞങ്ങൾ അതിനകത്തോട്ട് കയറിയിട്ടില്ല. ഇനിയിപ്പോൾ അതിനകത്ത് കയറിയിട്ട് നടന്ന് ശരിക്കും അതിൻ്റെ മണ്ടയ്ക്ക് പോകാനാണ് ഉദ്ദേശിക്കുന്നത്. ഇത് വളരെ മനോഹരമായ ഒരു വ്യൂ ആണ് നമുക്ക് ഇതിൻ്റെ മണ്ടയിൽ കയറി നിന്നാൽ കാണാൻ പറ്റുന്നത്. ഇവിടെ ഇപ്പോൾ കുറച്ച് പണി നടക്കുന്നുണ്ട്. അതായത് ഇവിടുത്തെ തന്നെ പാറ പൊട്ടിച്ചിട്ട് അവരിതിൻ്റെ ബൗണ്ടറി കെട്ടിക്കൊണ്ടിരിക്കുകയാണ്. ഞാൻ രാവിലെ ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു, പക്ഷെ അന്നേരം ഭയങ്കര വെയിലായതാണ് എനിക്ക് ഷൂട്ട് ചെയ്യാൻ പറ്റില്ല. പിന്നെ ഞങ്ങൾ തിരിച്ചു പോയി. വൈകുന്നേരം ഞങ്ങൾ ഒരിക്കൽ കൂടെ വരികയാണ് ചെയ്തത്. ഇതും ശാസ്താംപാറയുടെ പുറത്തെ വ്യൂ ആണ്. ഒരു വശത്ത് പാറക്കൂട്ടങ്ങളും മറുവശത്ത് റബ്ബർ മരങ്ങളും നമുക്ക് കാണാം. പിന്നെ സന്ധ്യ സമയത്താണ് നല്ലതായിട്ട് കാണുന്നത്. പിന്നെ അഗസ്ത്യാരും പിന്നെ ആണെങ്കിൽ കന്യാകുമാരി നമ്മൾ പോയി ഇരിക്കുമല്ലോ, അതേപോലത്തെ കാറ്റും എല്ലാ സംവിധാനവും അവിടെ ഉണ്ട് കണ്ടോണ്ടിരിക്കാൻ. അവിടെ ഒരു അമ്പലമുണ്ട്. ഞാൻ വ്യത്യാസവും കയറി സാമ്പ്രാണിക്ക് ഭീമന്റെ പണ്ടത്തെ ഐതിഹ്യമല്ലേ അത് കാണാം. നമുക്ക് കാലേ ഇവിടെ ഇങ്ങനെ ഇതുവരെ ഇരിക്കുന്നത് കാണാം. എല്ലാം നല്ല സ്ഥലങ്ങളാണ് കാണാൻ. ഇപ്പോഴും ഉണ്ട്. ശിലാപ്പാറ എന്നാണ് ഇതിന്റെ ഒറിജിനൽ പേര്. ഇപ്പൊ ടൂറിസ്റ്റ് ആക്കിയപ്പോഴാണ് ശാസ്താംപാറ. ഞാനിപ്പോൾ നിൽക്കുന്നത് ട്രിവാൻഡ്രത്ത് ശാസ്താംപാറയുടെ മുന്നിലാണ്. ഇത് സ്ഥിതി ചെയ്യുന്നത് വെളുപ്പശാല പഞ്ചായത്തിലാണ്. ഈ പാറയുടെ മുകളിൽ പോയി നമ്മൾ നോക്കിയാൽ വളരെ മനോഹരമായ സീനറി കാണാൻ പറ്റും. അതുപോലെ തന്നെ വളരെ പീസ്ഫുൾ ആയിട്ടുള്ള ഒരു സ്ഥലമാണത്. ഇപ്പോൾ ഫാമിലിക്കായാലും ഫ്രണ്ട്സിനായാലും വൈകുന്നേരങ്ങളിൽ വന്നു കഴിഞ്ഞാൽ അവിടെ റിലാക്സ് ചെയ്യാൻ പറ്റും. ഇനി നമുക്ക് ഇതിൻ്റെ മുകളിലോട്ട് പോയിട്ട് അവിടുത്തെ കാഴ്ചകൾ കാണാം. ഇവിടുത്തെ എൻട്രി ഫീസ് എന്ന് പറയുന്നത് 25 രൂപയാണ് മുതിർന്നവർക്ക്. എന്നാൽ കുട്ടികൾക്ക് 15 രൂപയേ ഉള്ളൂ. നമ്മൾ ക്യാമറ ഉണ്ടെങ്കിൽ നമ്മൾ 250 രൂപയുടെ ടിക്കറ്റ് എടുക്കണം. രാവിലെ 8 മണി മുതൽ വൈകുന്നേരം 7 മണി വരെ നമുക്ക് ഇവിടെ എൻട്രി ഉള്ളതാണ്. ഇവിടെ ഒരു നോട്ടീസ് ബോർഡ് വെച്ചിട്ടുണ്ട്. അതിൽ ശാസ്താംപാറ ഗ്രാമീണ ടൂറിസ്റ്റ് കേന്ദ്രം എന്ന് എഴുതിയിട്ടുണ്ട്. അതിൽ ഇവിടുത്തെ റൂൾസ് ആൻഡ് റെഗുലേഷൻസും എല്ലാം എഴുതി വെച്ചിട്ടുണ്ട്. 2021 മുഖ്യമന്ത്രി പിണറായി വിജയൻ സാറാണ് ഈ വിനോദസഞ്ചാര വകുപ്പിൻ്റെ കീഴിലുള്ള ശാസ്താംപാറ ടൂറിസം പ്രോജക്റ്റ് ഉദ്ഘാടനം ചെയ്തത്. നമ്മൾ എൻട്രൻസിൽ കയറുമ്പോൾ തന്നെ കുറേ സ്റ്റെപ്സ് കാണാൻ പറ്റുന്നുണ്ട്. കുറേ കൂടെ മുകളിലോട്ട് പോയി കഴിഞ്ഞാൽ റോക്കിൽ തന്നെ പാറയിൽ തന്നെ സ്റ്റെപ്സ് കർവ് ചെയ്തിരിക്കുന്നത് കാണാൻ പറ്റും. അത് കഴിഞ്ഞ് കുറേ കൂടെ മുകളിൽ പോയി കഴിഞ്ഞാൽ പാറയിൽ തന്നെ നടന്ന് മുകളിലോട്ട് കയറാൻ പറ്റും. അപ്പോൾ നമുക്ക് അങ്ങോട്ട് പോകാം. ആദ്യത്തെ കുറേ സ്റ്റെപ്പ് നമ്മൾ നടന്ന് കയറി കഴിയുമ്പോൾ ഇവിടെ ഒരു കൽമണ്ഡപം കാണാൻ പറ്റുന്നുണ്ട്. ഇതിനടുത്തായിട്ട് ഒരു പറങ്കിമാവും കാണാൻ പറ്റുന്നുണ്ട്. ശരിക്കും പറങ്കിമാവ് എന്ന് പറഞ്ഞാൽ ഇപ്പോഴത്തെ പിള്ളേർക്ക് മനസ്സിലാവാൻ സാധ്യതയില്ല. ഇത് നമുക്ക് ക്യാഷ് ഫ്രൂട്ട് കിട്ടുന്നത് ഈ മരത്തിൽ നിന്നാണ്. ഓക്കെ, ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞ പറങ്കിമാവ്. ഇപ്പം നമ്മൾ പാറയുടെ മുകളിൽ കയറി നിൽക്കുന്ന കാരണം നമുക്ക് ഇതിൻ്റെ മണ്ടഭാഗം കാണാം, അതിൻ്റെ മുകൾ ഭാഗം കാണാൻ പറ്റുന്നുണ്ട്. നമ്മൾ മുകളിലോട്ട് കയറുന്നതിന് ഇടയ്ക്ക് ഇതേപോലെ കുറച്ച് സ്പേസസ് കൊടുത്തിട്ടുണ്ട്. നമുക്ക് വേണമെങ്കിൽ ഇവിടെ ഇരുന്ന് കുറച്ച് റിലാക്സ് ആയിട്ട് പിന്നെ മുകളിലോട്ട് പോകാം. ഫ്രണ്ട്സൊക്കെ ആയിട്ട് വരണമെങ്കിൽ നമുക്ക് ഇവിടെ ഇരിക്കാം. ഇത് നമ്മൾ മുകളിലോട്ട് കയറുമ്പോഴത്തേക്ക് കാണുന്ന ചെറിയ ചെറിയ പാറകളാണ്. നമ്മൾ ഈ സ്റ്റെപ്പ് വഴിയാണ് മുകളിലോട്ട് പോകുന്നത്. ഈ മുകളിലോട്ട് ദൂരത്തിൽ കാണുന്ന ഒരു കോഫി ഷോപ്പാണ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇവിടെ ഇരിക്കാനായിട്ട് താഴെ ഒത്തിരി സീറ്റിംഗ് അറേഞ്ച്മെൻറ്റ് കാണാം. കാരണം നമ്മൾക്ക് കുറേ നടന്ന് വന്നു കഴിഞ്ഞാൽ കുറച്ച് സമയം റിലാക്സ് ആയിട്ട് മുകളിൽ കയറാൻ പറ്റുന്ന രീതിയിലാണ് ഇവിടെ സീറ്റിംഗ് അറേഞ്ച്മെൻറ്റ്. ഈ കർവ് ഷേപ്പിൽ കാണുന്നതെല്ലാം സീറ്റിംഗ് അറേഞ്ച്മെൻ്റ് ആണ്. പാറയുടെ മുകളിൽ കയറി ഇരിക്കുകയാണ്. അത് വലിയ പാറ തന്നെയാണ്. നമ്മൾ മറ്റേ വലിയ പാറകളോട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഇതൊരു ചെറിയ പാറയാണ്. എങ്കിലും ഒരു പ്രത്യേക വൈബാണ്. നമ്മൾ പാറപ്പുറത്ത് കയറി ഇരിക്കുക എന്ന് പറയുമ്പോഴത്തേക്ക് ഒരു ആനപ്പുറത്ത് കയറിയിരിക്കുന്ന ഫീലാണ്. വളരെ
ഭയങ്കര തിരക്കില്ല. അതുകാരണം നമുക്ക് വളരെ റിലാക്സ്ഡ് ആയിട്ട് ഇവിടെ ഇരിക്കാം. നല്ല കാറ്റാണ്. ഇനി നമുക്ക് മുകളിലത്തെ സ്റ്റെപ്പിൽ കയറാം. അവിടെ ഇതിൽ പാറയിൽ തന്നെ സ്റ്റെപ്പ് കർവ് ചെയ്ത് കൊടുത്തേക്കാണ് ശരിക്കും. നമുക്ക് അങ്ങോട്ട് പോകാം. ഞാൻ പാറപ്പുറത്തുനിന്ന് താഴെ ഇറങ്ങാണ്. ഒരു ഈവനിങ് വാക്കും ആവും, എന്നാൽ ഒരു നല്ലൊരു പ്ലസന്റ് ഈവനിങ് ആവും. നമുക്ക് ഇത്രയും സ്റ്റെപ്പ് കയറി വരുന്ന അല്ലെങ്കിൽ പാറയുടെ ഏറ്റവും മുകളിൽ പോകുന്ന ഒരു ഫീല്, അങ്ങനെ ഒരു ബുദ്ധിമുട്ടും തോന്നാറില്ല. കാരണം ഓരോ സ്ഥലത്തും ഇരുന്ന് റിലാക്സ് ചെയ്ത് പിന്നെ മുകളിലോട്ട് കയറുകയാണ് ചെയ്യുന്നത്. ഒറ്റ സ്ട്രെച്ചിന് പോകണമെന്നില്ല, പാട്ടൊക്കെ പാടി റിലാക്സ് ആയി കയറാൻ പറ്റും. ഇത് പാറയുടെ പുറത്തു തന്നെയാണ് സ്റ്റെപ്സ് കൊടുത്തിരിക്കുന്നത്. ഇവിടെ നിന്നും കുറച്ചുകൂടി മുകളിലേക്ക് പോയാൽ സ്റ്റെപ്പ് ഇല്ലാതെ പാറയുടെ പുറത്തുകൂടി നടക്കാനുള്ള അറേഞ്ച്മെന്റ്സും കാണാൻ കഴിയും. ഈ പാറപ്പുറം പ്രകൃതി ഭംഗി കൊണ്ടും ശാന്തത കൊണ്ടും ടൂറിസ്റ്റിനെ ഏറെ ആകർഷിക്കുന്ന ഒന്നാണ്. പാറയുടെ മുകളിലേക്ക് കയറാൻ സുരക്ഷിതമായ കൽപ്പടവുകളും ഇരുമ്പ് കൈവരികളും നമുക്ക് കാണാം. ഇത് നമ്മൾ ഏതാണ്ട് ഇപ്പോൾ പകുതിയോളം എത്തിയിട്ടുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, പാറയുടെ മുകളിൽ തന്നെ അവർ സ്റ്റെപ്പ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. ഇവിടെ മുകളിലോട്ട് കയറുന്നതിന് മുന്നേ ഞാനിവിടെ കുറച്ചൊന്നും ഇരുന്നതാണ്. ഭയങ്കര നല്ലൊരു സമാധാനം ഉള്ള ഒരു സ്ഥലമാണ്. വളരെ പീസ്ഫുൾ ആയിട്ടുള്ള പ്ലേസാണ്. നമുക്ക് ഇവിടെ നിന്ന് പോകാൻ തോന്നത്തില്ല ഇവിടെ വന്നു കഴിഞ്ഞാൽ. ഇത് നമ്മൾ മുകളിലോട്ട് കയറി പോകുമ്പം സൈഡുകളിൽ കാണുന്ന പാറകളാണ്, വലിയ പാറകളാണ് കേട്ടോ. ഇതിൻ്റെ മുകളിലാണ് നമ്മൾ കയറാനായിട്ട് പോകുന്നത്. ഇവിടെ ഒരു കോഫി ഷോപ്പ് കാണാം. ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞ കോഫി ഷോപ്പ്. ഇവിടെ സ്റ്റെപ്പില്ല, നേരിട്ട് നമ്മൾ പാറയിൽ കൂടി നടക്കുകയാണ് ചെയ്യുന്നത്. ഇവിടെ വളരെ സേഫാണ്, നടക്കാൻ ഒരു ബുദ്ധിമുട്ടുമില്ല. കോഫി ഷോപ്പിന്റെ ഇരുവശങ്ങളിലുമായി ഇരിപ്പിടങ്ങൾ നമുക്ക് കാണാം. കോഫി കഴിക്കുന്നവർക്ക് ഇവിടെ ഇരുന്ന് പ്രകൃതി ഭംഗിയെല്ലാം ആസ്വദിച്ച് നല്ല കാറ്റൊക്കെ കൊണ്ട് കോഫി കഴിക്കാൻ പറ്റും. ഇവിടെ നിന്ന് നോക്കുമ്പോൾ മനോഹരമായ സീനറി നമുക്ക് ദൂരത്ത് കാണാൻ കഴിയുന്നുണ്ട്. ഇനി നമുക്ക് ഏറ്റവും മുകളിൽ പോയിട്ട് അതൊക്കെ ഒന്ന് കാണാം. ഞാനിപ്പോൾ പാറയുടെ ഏറ്റവും മുകളിൽ എത്തിയിട്ടില്ല, അതിൻ്റെ തൊട്ട് താഴെയുള്ള പാറയിലാണ് ഇപ്പോൾ നിൽക്കുന്നത്. ഇവിടെ നമുക്ക് നടക്കാം, ഇരിക്കാം. ഈ പാറ കാണുമ്പോഴുള്ള പേടി നമുക്ക് ഇവിടെ വന്നു കഴിഞ്ഞാലില്ല. വളരെ സേഫായിട്ട് ആൾക്കാർക്ക് ഇവിടെ ഇരിക്കാൻ പറ്റുന്ന രീതിയിലുള്ള പാറകളാണ് കാണുന്നത്. ഏറ്റവും ഉയരത്തിലുള്ള പാറയുടെ തൊട്ട് താഴെയുള്ള പാറയിലാണ് ഞാനിപ്പോൾ ഇരിക്കുന്നത്. നല്ല കാറ്റുണ്ട് ഇവിടെ കേട്ടോ. ഇനി ഞാൻ ഇവിടുന്ന് അടുത്ത പാറയിലേക്ക് കയറാൻ പോവുകയാണേ. സമുദ്രനിരപ്പിൽ നിന്നും 400 അടി ഉയരത്തിലാണ് ശാസ്താംപാറ സ്ഥിതി ചെയ്യുന്നത്. മുക്കുന്നിമല ഇതിനടുത്തുള്ള മറ്റൊരു പ്രധാന മലയാണ്. ഇനി ഞാൻ പാറയുടെ അടുത്ത ലെവലിലേക്ക് കയറുകയാണ്. ടാറ്റാ. ഇത് ഏറ്റവും ഉയരം കൂടിയ മലയിലേക്ക് പോകാനുള്ള വഴിയാണ്. ആദ്യം 4 സ്റ്റെപ്പ് ഉണ്ട്. അത് കഴിഞ്ഞാൽ നമ്മൾ പാറയിൽ ഹാൻഡ് റെയിലിൽ പിടിച്ച് കയറി പോവുകയാണ് ചെയ്യുന്നത്. ഇതൊരു അഡ്വഞ്ചറസ് ജേർണിയാണ്.
ബട്ട് ഐ റിയലി എൻജോയ് ഇറ്റ്. ലൈഫ് ഈസ് ഫോർ ലിവിങ് എന്ന് പറയാറില്ലേ, അതുപോലെ നമുക്ക് ഇങ്ങനെ മുകളിലേക്ക് കയറാം. ഇവിടെ വരെ ഹാൻഡ് റെയിലുള്ളൂ. ഞാൻ ഇതിന്റെ മുകളിലോട്ട് പോകണമെങ്കിൽ ഹാൻഡ് റെയിലും ഇല്ലാതെ സ്റ്റെപ്പും ഇല്ലാതെയാണ് കയറേണ്ടത്. ഇതുവഴി ആൾക്കാർ കയറിയ കാൽപാദങ്ങൾ കിടപ്പുണ്ട്. അപ്പം ഞാൻ അതുവഴി ഒന്ന് കയറാൻ നോക്കട്ടെ. ഇവിടെ കുറച്ച് കാൽപാദങ്ങളുടെ അടയാളം കിടപ്പുണ്ട്. അപ്പം ഞാൻ ഇവിടെ ഒരു പണ്ട് മുതൽ ഇവിടെ താമസിക്കുന്ന ഒരു അമ്മച്ചായിട്ട് സംസാരിച്ചപ്പോൾ അവർ പറയാം, അവിടെ കാൽപാദങ്ങൾ കാണുന്നുണ്ട്. അതെല്ലാം പണ്ട് ഭീമൻ ഇവിടെ വന്ന സമയത്ത് നടന്ന കാൽപാദങ്ങളാണെന്ന് പറഞ്ഞു. ഓക്കെ, കേൾക്കാൻ രസമുണ്ടായിരുന്നു. പക്ഷെ എന്തായാലും ആ കാൽപാദങ്ങൾ നമുക്കിപ്പോൾ അങ്ങോട്ട് കയറി പോകാനായിട്ട് ഉപയോഗിക്കാം. സ്റ്റെപ്പും, കാരണം ഇവിടെ സ്റ്റെപ്പും ഇല്ല, ഹാൻഡ് റെയിൽസും ഇല്ല. എന്തോ പറ. ഞാൻ ഈ സ്റ്റെപ്പ് ഇതിന്റെ ഏറ്റവും മണ്ടയിലോട്ട് കയറാൻ പോവാണ്. അവിടെ നിന്ന് കഴിഞ്ഞാൽ നമുക്ക് സൺസെറ്റ് കാണാൻ പറ്റുമെന്നാണ് പറയുന്നത്. അപ്പോൾ ഞാനൊന്ന് മുകളിലോട്ട് കയറി നോക്കട്ടെ സൺസെറ്റ് കാണാൻ പറ്റുമെന്ന്. സൺസെറ്റ് നമ്മൾ കന്യാകുമാരിയിൽ പോയി സൺസെറ്റ് കണ്ടിട്ടുണ്ട്. പിന്നെ നമ്മുടെ ഈ ശംഖുമുഖത്ത് പോയാലും സൺസെറ്റ് കാണാം. എങ്കിലും നമുക്ക് ഇവിടെ വന്ന് പാറയുടെ മുകളിലിരുന്നൊരു സൺസെറ്റ് കാണാമെന്ന് പറയുന്നത് അതും സന്തോഷമാണ്. അപ്പം നമുക്കൊന്ന് കണ്ടിട്ട് വരാം. ഇവിടെ ആണെങ്കിൽ ഒരു അഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ചാൽ ഇവിടെ സ്റ്റെപ്പില്ല കേട്ടോ, ഒട്ടും സ്റ്റെപ്പില്ല. ഞാൻ സ്റ്റെപ്പില്ലാതെയാണ് കയറാൻ പോകുന്നത്. വ്യൂ കാണിക്കണം, അപ്പോഴാണ് മുകളിലോട്ട് എന്നുള്ളത് അറിയാൻ പറ്റും. ഇപ്പം ഞാൻ സ്റ്റെപ്പും ഇല്ല, ഹാൻഡ് റെയിലും ഇല്ല, നടക്കാണേ. കാൽപാദങ്ങൾ ഇവിടെ കിടപ്പുണ്ട്, അതിൽ ചവിട്ടിയാണ് കയറുന്നത്. എല്ലായിടത്തും കാൽപാദങ്ങളില്ല. ഈ ഭാഗത്താണ് കാൽപാദങ്ങൾ കാണുന്നത്. അങ്ങനെ ഞാനിപ്പോ മുകളിൽ എത്താറായിട്ടുണ്ട്. അറ്റ് ലാസ്റ്റ് ഐ റീച്ച് ഹിയർ. ഞാൻ ടോപ്പിലെത്തി. ഇവിടെ നല്ല കാറ്റാണ്. സൺസെറ്റ് കഴിയാറായെന്ന് തോന്നുന്നു. ഇവിടുന്ന് സൺസെറ്റ് കാണാൻ കഴിയുന്നുണ്ട്. ആകാശവും കടലും ചേരുന്ന മനോഹരമായ കാഴ്ചയാണ് നമ്മളിവിടെ കാണുന്നത്. തിരുവനന്തപുരം നഗരത്തിന്റെ പനോരമിക് വ്യൂ ഇവിടെ നിന്ന് നമുക്ക് ആസ്വദിക്കാം. ദൂരെയുള്ള പൊന്മുടി മലനിരകളുടെ നിഴൽ രൂപം നമുക്ക് ഇവിടെ നിന്ന് കാണാൻ കഴിയുന്നുണ്ട്. സഹ്യാദ്രിയിലെ ഏറ്റവും ഉയർന്ന കൊടുമുടികളിൽ ഒന്നായ അഗസ്ത്യകൂടം കിഴക്കു ഭാഗത്തു നിന്ന് നമുക്കത് കാണാം. ഇത് ഒന്നാമത്തെ പാറയിൽ നിന്ന് നമ്മൾ രണ്ടാമത്തെ പാറയിലേക്കുള്ള ഒരു വ്യൂ ആണ്. ഇവിടെ നമുക്കൊരു കൽമണ്ഡപവും പ്രാർത്ഥനയ്ക്കായിട്ടുള്ള ഒരു സ്ഥലവും കാണാൻ കഴിയുന്നുണ്ട്. തെളിഞ്ഞ ആകാശമാണെങ്കിൽ ദൂരെയുള്ള നെയ്യാർ ഡാമിന്റെ ഭാഗങ്ങളും വനപ്രദേശങ്ങളും കാണാം. വൈകുന്നേരം 5 മണിക്കാണ് കാഴ്ചകൾ കൂടുതൽ വ്യക്തമായി കാണാൻ കഴിയുന്നത്. ഇവിടെ നല്ല കാറ്റാണ്. വലിയ പാറയുടെ മുകളിലെ ഒരു കുളം ഉണ്ടെന്നാണ് നിങ്ങൾ വിശ്വസിക്കുമോ? കറക്റ്റ് ഇവിടെ ഒരു ആമ്പൽ കുളമുണ്ട്, ആമ്പൽ പൂക്കളും ഉണ്ട്. പാറയുടെ ഏറ്റവും മുകളിലായി വറ്റാത്തൊരു നീരുറവ. എത്ര ഭംഗിയുള്ള ആമ്പൽപ്പൂക്കളാണ് ഇവിടെ നമുക്ക് കാണാൻ കഴിയുന്നത്. ഇത് വിശ്വസിക്കാൻ കഴിയുന്നില്ല അല്ലേ? പക്ഷെ വിശ്വസിച്ചേ പറ്റൂ. കുറച്ച് പാറ കാണുന്നുണ്ട്. അപ്പൊ ഞാൻ അവിടെ കൂടെ പോയി നോക്കിട്ട് വരാം.
തിരുവനന്തപുരത്തിനടുത്തുള്ള മനോഹരമായ ഒരു വിനോദസഞ്ചാര കേന്ദ്രമാണ് വെളുപ്പിൽ ശാലയിലെ ശാസ്താംപാറ. ഞാൻ അതിന്റെ ഏറ്റവും മുകളിലാണ് ഇപ്പോൾ നിൽക്കുന്നത്. കുറച്ച് ഇപ്പുറത്തോട്ട് മാറിയിട്ട് ഒരു അമ്പലവും കാണുന്നുണ്ട്. ഈ കാട്ടിന്റെ ഇടയിൽ കണ്ടോ ഒരു അമ്പലം കണ്ടോ? ഇത് നമ്മളിതിപ്പോ പാറയുടെ ഏറ്റവും മുകളിൽ നിന്നിട്ട് കാണുന്ന ഒരു വ്യൂ ആണത്. ഇതൊക്കെ ആൾക്കാർ കൃഷി ചെയ്യുന്ന സ്ഥലങ്ങളാണെന്നാ തോന്നുന്നേ. ഇതിന്റെ ചരിത്രപരമായ പ്രാധാന്യം എന്തെന്ന് വെച്ചാല്, ഇവിടെ പണ്ട് ആദിവാസികൾ താമസിച്ചിരുന്നു. അവരുടെ ഒരു താവളമായിട്ടാണ് ഈ പാറയെ കാണുന്നത്. അവരുടെ ആരാധനകളും അവരുടേതായ റിച്വൽസും എല്ലാം നടന്നിരുന്നത് ഇവിടെ നിന്നാണ് പറയപ്പെടുന്നത്. ഇവിടുത്തെ പ്രധാന ആകർഷണം എന്ന് പറയുന്നത് സൂര്യോദയവും അസ്തമയവും നമുക്ക് ഇവിടെ നിന്ന് കാണാൻ പറ്റും. ഇവിടെ നിന്നുള്ള കാഴ്ച വളരെ മനോഹരമാണ്. ഇപ്പൊ തന്നെ അതിൽ കാണാൻ പറ്റുന്നുണ്ട്. ഞങ്ങൾ ശരിക്കും ആ നല്ല കാറ്റിലിങ്ങനെ നിന്നിട്ട് ഈ പ്രകൃതി ഭംഗിയൊക്കെ അങ്ങ് ആസ്വദിക്കാന്ന് വെച്ചാൽ അത് ഭയങ്കരമായിട്ട് മനസ്സിന് കുളിർമ തരുന്ന ഒരു നിമിഷമാണിത്. അതുപോലെ തന്നെ നമുക്കിവിടെ കൂറ്റൻ പാറക്കെട്ടുകൾ കാണാൻ പറ്റും. തെളിഞ്ഞ കാലാവസ്ഥയിൽ ഇവിടെ നോക്കിയിരുന്നാൽ വിതുരയുടെ സമീപ പ്രദേശങ്ങളിലെ പച്ചപ്പ് നമുക്ക് വളരെ നല്ലതായിട്ട് കാണാൻ പറ്റുന്നുണ്ട്. താഴോട്ട് ഇറങ്ങാണ്. നേരത്തെ ഒരു പാറയുടെ മുകളിൽ നിന്നിട്ടാണ് ഞാൻ ഈ കൽമണ്ഡപവും ആ ചെറിയൊരു പ്രാർത്ഥനാ സ്ഥലവും കാണിച്ചത്. ഇപ്പോൾ നമ്മൾ ആ പാറയിൽ നിന്ന് താഴെ ഇറങ്ങിയിട്ട് ഇപ്പോൾ രണ്ടാമത്തെ പാറയുടെ കയറുകയാണ് ചെയ്തത്. ഇതാണ് മണ്ഡപം 2. ആ കാണുന്നതാണ് മൂന്നാമത്തെ പാറ. ഇപ്പം നമ്മൾ അങ്ങോട്ട് പോകുന്നില്ല, കാരണം ഇപ്പോൾ നല്ലോണം ഇരുട്ടായി തുടങ്ങിയിട്ടുണ്ട്. ഇവിടെ പണ്ട് കാണിക്കാർ അവരുടെ പ്രാർത്ഥനയെല്ലാം ചെയ്തിരുന്ന ഇവിടെ എന്നാണ് പറയുന്നത്. ഇപ്പോഴും ഇവിടെ ചെറിയൊരു പ്രാർത്ഥനയ്ക്കുള്ള ചെറിയൊരു സ്ഥലമുണ്ട്. അതും കാണിക്കാർ വന്നിട്ടാണ് അവിടെ പൂജയൊക്കെ ചെയ്യുന്നതെന്നാണ് ഇവിടെ അടുത്തുള്ളൊരു അമ്മച്ചി ഞങ്ങളോട് പറഞ്ഞത്. ഈ കാണുന്നതാണ് അത്, ഈ ഒരു ചെറിയൊരു പ്രാർത്ഥിക്കുന്ന ഒരു ചെറിയൊരു സ്ഥലം. ഈ പാറയുടെ താഴെയിലായിട്ട് ഒരു കുട്ടികൾക്ക് വേണ്ടി ഒരു പാർക്ക്. നമ്മളിപ്പോൾ പാറയുടെ മുകളിൽ നിന്നിട്ടാണ് ആ വ്യൂ എടുക്കുന്നത്. ഇവിടെ ലൈറ്റുകൾ സോളാറിലാണ് വർക്ക് ചെയ്യുന്നത്. ഞാനിവിടെ പറഞ്ഞു കേട്ടത് ഈ ഏരിയയിലൊക്കെ വെള്ളം കിട്ടാൻ പണ്ട് കാലത്ത് വലിയ പാടായിരുന്നു. പാറയുടെ സൈഡിൽ ഒരു ഉറവ ഉണ്ടായിരുന്നു, അതിൽ നിന്നാണ് അവർ വെള്ളം എല്ലാവരും വന്ന് എടുത്തിരുന്നു എന്നാണ് പറയുന്നത്. ഈ
സ്ഥലം നിങ്ങൾ ഒരിക്കലും മിസ് ചെയ്യരുത്. കാരണം ട്രിവാൻഡ്രത്ത് നിങ്ങൾ ഉണ്ടെങ്കിൽ ഈ സ്ഥലം കാണാൻ വരിക, ഇവിടെ കുറേ സമയം ഇരിക്കുക. ഇവിടെ ഇപ്പോൾ ലൈറ്റൊക്കെ ഇട്ടിട്ടുണ്ട്. 7 മണി വരെയാണ് വിസിറ്റേഴ്സിനെ അലൗ ചെയ്യുന്നത്. അപ്പോൾ 7 മണിയാകുമ്പോൾ ഇരുട്ട് വീഴും. പക്ഷെ നമുക്ക് വളരെ സേഫായിട്ട് എല്ലായിടത്തും ലൈറ്റ് ഉണ്ട്, അപ്പം നമുക്ക് സേഫായിട്ട് ഇറങ്ങി പോകാൻ പറ്റും. ഇവിടെ നല്ല കാറ്റാണ്. ഞാനിപ്പോൾ ശാസ്താംപാറയുടെ ഏറ്റവും മുകളിലാണ് നിൽക്കുന്നത്. ഇപ്പം നിങ്ങൾ ഉള്ളവരാണെങ്കിൽ ഉറപ്പായിട്ടും വരണം. ട്രിവാൻഡ്രം സെൻട്രലിൽ നിന്ന് അരമണിക്കൂർ ഡ്രൈവ് ചെയ്താൽ ഇവിടെ എത്താൻ പറ്റും. പ്രത്യേകിച്ചും ഈവനിങ്ങിലാണ് നല്ല വ്യൂ ഇവിടെ കിട്ടുന്നത്. വരിക, ഇവിടെ വന്നിട്ട് ഇവിടുത്തെ ഈ ഒരു പീസ്ഫുള്ളായ എൻവയോൺമെൻറ്റ് എൻജോയ് ചെയ്യുക. വളരെ മനോഹരമായൊരു സീനറി കാണുക. ഡോണ്ട് മിസ് ഇറ്റ്.